പാലാരൂപത പ്ലാറ്റിനം ജൂബിലി DCMS സപ്തതി വർഷം ക്രൈസ്തവ മഹാസമ്മേളനം നവംബർ 17 ഞായർ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് രാമപുരം വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ നഗറിൽ നടക്കും. ക്രൈസ്തവ മഹാസമ്മേളനത്തിൽ പാലാരൂപത മെത്രാൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിക്കും. ഇത് നടക്കുന്നത് രാമപുരം കൊറോനായിലാണ്. രാമപുരം പള്ളിയാണ്, പള്ളിയങ്കണത്തിലാണ്. അവിടുത്തെ വിചാരിച്ചിന് പ്രധാനമുണ്ട്. DCMSൻ്റെ കാര്യവും അതിനേക്കാൾ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ കാര്യവും എല്ലാം നോക്കുന്ന പ്രധാനപ്പെട്ട വെട്ടുകാട്ടിൽ അമ്മച്ചൻ ഇവിടെയുണ്ട്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും ഓഫീസ് കാര്യങ്ങൾ മൊബിലൈസ് ചെയ്യുന്ന ചുവേലിക്കുല്ലച്ചന് ഇവിടെ ഉണ്ട്. ഇതൊരു സമഗ്രമായ ഒരു സിറ്റിംഗാണ്. നടത്തപ്പെടുന്ന കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. ആദ്യം രാവിലെ 9 മണി മുതൽ ഞായറാഴ്ച ഒരു സിമ്പോസിയമാണ്. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനുമൊക്കെ ഉള്ള കാര്യങ്ങൾ. അത് രാമപുരത്തുള്ള വാഴ്ത്തപ്പെട്ട അഗസ്റ്റിൻ സേവരപറമ്പിൽ കുഞ്ഞച്ചൻ്റെ പ്രേക്ഷിത ശുശ്രൂഷയെ ചുറ്റിപ്പറ്റിയാണ്. അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനാണ്, വിശുദ്ധനായ ഒരു വൈദികനാണ്. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പാലാരൂപത വികാരി ജനറൽ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ വേത്താനത്ത് ആമുഖ സന്ദേശം നൽകും. പ്രിയമുള്ളവരെ, നവംബർ മാസം 17-ാം തീയതി ഞായറാഴ്ച രാമപുരത്ത് വെച്ച് നടക്കുന്ന ദേശീയ സിമ്പോസിയത്തിനും ക്രൈസ്തവ മഹാസമ്മേളനത്തിനുമുള്ള ഒരുക്കങ്ങൾ വളരെ ഭംഗിയായിട്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് സമ്മേളനത്തിനും എത്തിച്ചേരുന്ന ആളുകളെ സ്വീകരിക്കാനായിട്ട് രാമപുരം ഇടവക എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. അതിനോടൊപ്പം രൂപതയുടെ പ്രൊക്രേറ്റർ ജോസ് മുത്തനാട്ടച്ചനുണ്ട്. അതുപോലെ വൈസ് പോസ്റ്റ്ലേറ്റർ തോമസ് വെട്ടുകാട്ടിലച്ഛനുണ്ട്. മറ്റ് ഇതുമായി ബന്ധപ്പെട്ട അച്ഛന്മാരുണ്ട്. നമ്മുടെ രാമപുരം ഇടവകയിലെ ബഹുമാനപ്പെട്ട കൈക്കാരൻ ചേട്ടന്മാരുണ്ട്. അവരെല്ലാവരുമാണ് ഈ ഒരു വലിയ പരിപാടി വിജയകരമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 50,000-ഓളം ആളുകളെയാണ് നമ്മൾ ഈ ഒരു മഹാസമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നത്. സീറോ മലങ്കര സഭയുടെ പരമാധ്യക്ഷനും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റുമായ മോറാൻമോർ ബെസേലിയോസ് കാർഡിനൽ ക്ലിമീസ് കത്തോലിക്കോസ് മുഖ്യാതിഥിയായിരിക്കും. KCBC SC/ST BC കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഗീവർഗീസ് മാർ അപ്രീം, പാലാരൂപത പ്രോട്ടോസിഞ്ചലൂസ് റവറന്റ് ഡോക്ടർ ജോസഫ് തടത്തിൽ തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണവും കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജൂബിലി സന്ദേശവും നൽകും. ബിനോയ് ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. ഫ്രാൻസിസ് ജോർജ് MP, ആന്റോ ആന്റണി MP, ജോസ് കെ മാണി MP, മാണി C കാപ്പൻ MLA, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, മോൻസ് ജോസഫ് MLA, DCMS സ്റ്റേറ്റ് പ്രസിഡന്റ് ജെയിംസ് ഇലവങ്കൽ, ബിന്ദു സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ അർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, 2024 നവംബർ മാസം 17-ാം തീയതി ഞായറാഴ്ച രാമപുരം ഒരു മനുഷ്യക്കടലാവുകയാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷവും അതുപോലെ തന്നെ ദളിത് ക്രൈസ്തവ മഹാസംഗമവും അവരുടെ 70-ാം വർഷവും സംയുക്തമായിട്ട് ആഘോഷിക്കുകയാണ്. രാമപുരം അതിനായിട്ട് അഭിമന്യ പിതാവുമാർ ജോസഫ് കല്ലറങ്ങാട്ട് തിരുമേനി തിരഞ്ഞെടുത്തതിന് കാരണമുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ പൈതൃകം ഏറെ ഉള്ള ഒരു പ്രദേശമാണ് രാമപുരം. പ്രത്യേകമായി രാമപുരത്ത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ദേവാലയം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സെൻറ് മേരീസ് ദേവാലയം, 2019 പണിതീർത്ത വലിയ മനോഹരമായ വിശുദ്ധ ആഗസ്തീനോസിൻ്റെ ദേവാലയം, ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ എല്ലാവരും ഏറ്റവും അധികം ആദരവോടെ കാണുകയും ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതോടൊപ്പം തന്നെ രാമപുരത്തിന് മറ്റൊരു പ്രസക്തിയുണ്ട്. രാമപുരംകാരനാണ് CMI സന്യാസ സഭയിൽപ്പെട്ട ബഹുമാനപ്പെട്ട ബ്രൂണോ കണിയാരകത്തച്ഛൻ. അദ്ദേഹം ഇപ്പോൾ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെയും
അതോടൊപ്പം തന്നെ പാരമ്പര്യത്തിൻ്റെയും ഒരു സ്ഥലമായിട്ട് രാമപുരത്തെ നമ്മൾ കാണുന്നു. ഈ ഒരു രാമപുരത്ത് വെച്ച് പ്രത്യേകിച്ചും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ഇവിടെയുള്ള എല്ലാവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെയും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമായിട്ട് പരിശ്രമിക്കുകയും ഈ നാട്ടിൽ തന്നെ ജീവിക്കുകയും തൻ്റെ ശുശ്രൂഷ പൗരോഹിത്യം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഓർത്തുകൊണ്ട് DCMSൻ്റെ 70ാം വാർഷികം ഇവിടെ ആഘോഷിക്കുകയാണ്. ഈ ഒരു സുദിനത്തിൽ രാവിലെ 10 മണി മുതൽ 12:30 വരെയുള്ള സമയത്ത് ഒരു ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. അത് കുഞ്ഞച്ചൻ്റെ ജീവിതത്തിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമായി അദ്ദേഹം ചെയ്ത സേവനങ്ങളെ വിലയിരുത്തലാണ്. അതിനുശേഷം 2 മണിക്ക് പള്ളി അങ്കണത്തിൽ വെച്ച് വലിയ സമുദായ സമ്മേളനമാണ് നടത്തുന്നത്. ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് പാല ഉൾപ്പെടുന്ന രൂപതയുടെയൊക്കെ ചുമതലയുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പുതിയ മെത്രാപ്പോലിത്ത മാർ തോമസ് തറയിൽ അന്നേ ദിവസം രാമപുരത്തെത്തുന്നു. അദ്ദേഹത്തിന് ഉചിതമായ സ്വീകരണം അന്ന് നൽകുന്നുണ്ട്. മാത്രമല്ല പാലാ രൂപതയുടെ അഭിയുന്ന പിതാവും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവും അതുപോലെ തന്നെ മുൻ സഹായ മെത്രാൻമാർ ജേക്കബ് മുരിക്കൻ പിതാവും കൂടാതെ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ, സംസ്ഥാന മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള MP-മാര്, MLA-മാര്, സാംസ്കാരിക പ്രവർത്തകര്, സഭയുടെ സംഘടനാ പ്രവർത്തകര്, അതിൻ്റെ നേതാക്കന്മാര് ഉൾക്കൊള്ളുന്ന വലിയ ഒരു സമൂഹം അന്നേ ദിവസം രാമപുരത്ത് ജനസഞ്ചയത്തെ അഭിമുഖീകരിക്കാനായിട്ട് എത്തുകയാണ്. അപ്പം അങ്ങനെ ഒരു വിശിഷ്ടമായ ഒരു ദിവസമാണത്. കേരള കത്തോലിക്ക സഭയുടെ ശക്തി എന്താണ് എന്ന് ലോകത്തെ തന്നെ ബോധ്യപ്പെടുത്തുവാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. വലിയ ഒരു ജനസമൂഹം അന്ന് രാമപുരത്തെത്തും. അതിനു വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു. 2-3 സ്റ്റേജും കഴിഞ്ഞ് 4ാം സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണിത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ എല്ലാ പ്രദേശത്തു നിന്നും ഈ രാമപുരത്തേക്ക് എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്. അതിന് വേണ്ടതായ പ്രവർത്തനങ്ങൾ ഇടവക തലത്തിലും രൂപതാ തലത്തിലും മറ്റ് എല്ലാ പ്രദേശങ്ങളിലുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. കത്തോലിക്ക വിശ്വാസം ഒന്നുകൂടെ ഉച്ചൈസ്തരം പ്രഘോഷിക്കാനും കത്തോലിക്കർക്ക് കേരളത്തിൽ ഒരു സ്ഥാനമുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനും പ്രത്യേകമായിട്ട് ഈ ഒരു അവസരം വിനിയോഗിക്കുകയുമാണ്. പല വിധത്തിൽ ഈ സഭാ സമൂഹം പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്, സഭയ്ക്കുള്ളിൽ നിന്നും സഭയുടെ പുറത്തു നിന്നും. അങ്ങനെയുള്ള അവസരത്തിൽ അവഹേളിക്കപ്പെടുന്ന സഭയെ വിശുദ്ധീകരിക്കാനുള്ള ഒരു വലിയ പരിശ്രമമാണ് ഈ ഒരു സംഗമം വഴിയായിട്ട് നടത്തപ്പെടുന്നത്. അതിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവം രാമപുരം പള്ളിയുടെ ഫൊറോന ഇടവകയുടെ വികാരി എന്ന നിലയിൽ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവരും വരണം എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയും ദലിത് കത്തോലിക്ക മഹാജനസഭ DCMS സംഘടനയുടെ സപ്തതി വർഷാചരണവും പ്രമാണിച്ച് 2024 നവംബർ മാസം 17-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 12:30 വരെ ദേശീയ സിമ്പോസിയവും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ ദലിത് ക്രൈസ്തവ മഹാസമ്മേളനവും വാഴ്ത്തപ്പെട്ട ദേവറമ്പിൽ കുഞ്ഞച്ചൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന രാമപുരത്ത് വെച്ച് നടത്തുകയാണ്. പ്രസ്തുത പരിപാടികളിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. രാമപുരം ഫൊറോന പള്ളി വികാരി റവറന്റ് ഫാദർ ബർക്കുമാൻസ് കുന്നുംപുറം സ്വാഗതവും പാലാ രൂപത DCMS ഡയറക്ടർ റവറന്റ് ഫാദർ ജോസ് പടക്കേക്കുറ്റ് കൃതജ്ഞതയും അർപ്പിക്കും.